ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയനെ കാണാൻ വന്ന ശിവനും രാജീവനും കൂടി ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ആ 8 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞപ്പം ഞാൻ കൊടുത്തോളാം, വേറെ ആരും കൊടുക്കണ്ട, ഞാന് ഈ പൈസ കൊടുത്തോളാം. അപ്പോഴത്തേക്ക് നമ്മുടെ രാജീവും പറഞ്ഞു, നീ കൊടുത്തോ, കുഴപ്പമില്ല, കണക്ക് എത്രയാന്ന് അറിയാലോ, 1 രൂപ കുറയരുത്, പിന്നെ ബാങ്കിന്റെ പേരെല്ലാം പുറകിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ ഇനി അയാളെ ഞങ്ങളെ വിളിക്കാൻ ഇടയാകരുത്, നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുത്തോണം, എന്താണെന്ന് വെച്ചാൽ ഡീല് ഉറപ്പിച്ചോണം. അപ്പോഴത്തേക്ക് നമ്മുടെ വൈജ പറഞ്ഞു, ഇല്ല, വൈജയന്തി വാക്ക് പറഞ്ഞ വാക്കാണ്, ഇനി ഒരിക്കലും അയാള് ഇതിനു വേണ്ടി നിങ്ങളെ വിളിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശിവൻ ചോദിച്ചു, അപ്പം നിനക്ക് ഒരിക്കലും ഇനി അയാളുമായി ഒത്തുപോകാൻ താല്പര്യമില്ലേ? അത് ഞാൻ മാത്രം പറഞ്ഞാ പോരല്ലോ, കണ്ട പെണ്ണുങ്ങളുടെ കൂടെ മതിച്ചു കൂത്താടി നടന്നിട്ട് ഒരു പെണ്ണിനെയും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുകയാ, എന്നിട്ട് ഞാനത് അംഗീകരിക്കണോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ പറഞ്ഞു, വൈജയ്, നീ അത്രയ്ക്ക് നല്ലവളൊന്നും അല്ല, നീ അത് പലപ്പോഴും മറക്കുന്നു, ഞങ്ങൾക്കറിയാവുന്ന കാര്യം അത്. ഓ, ഞാൻ അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ തെറ്റുപറ്റി, അത് അവിടം കൊണ്ട് തീരണം, അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇട്ട് അത് മെഴുകി വാരുകയല്ല ചെയ്യേണ്ടത്. അല്ല, എന്റെ മകളോ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരെങ്കിലും വീട്ടിൽ കയറി താമസിപ്പിച്ചോ? ഇല്ലല്ലോ. ബാലചന്ദ്രൻ അല്ലേ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. ബാലചന്ദ്രൻ അവളെ പറഞ്ഞയക്കണം, എല്ലാ പ്രശ്നവും അതോടുകൂടി തീരും. അയാള് പറഞ്ഞയച്ചോളും, പക്ഷെ കുറച്ച് സമയം എടുക്കും, നീ കുറച്ച് സമയം കൊടുക്കണം. കല്യാണം കഴിപ്പിച്ച് വിടാനായിരിക്കും അയാൾ തീരുമാനിച്ചിരിക്കുന്നത്, ആ ഒരു ടൈം കൊടുക്കത്തില്ലേ? ഇതൊക്കെ ഒരുതര പിടിവാശിയാ രാജീവേട്ടാ. ബാലചന്ദ്രൻ എന്നെക്കാളും വലുത് ഇപ്പൊ അവള് തന്നെയാണ്. അത് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, അവന് ആരുമല്ല. ഭാര്യ പിണങ്ങി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, അവള് മതിയെന്ന്. അവിടെ ഞാൻ തോറ്റു കൊടുക്കണോ? പിന്നെ ഞാൻ എന്താ അയാളുടെ വീട്ടിൽ എച്ചിൽ നിൽക്കുന്ന പട്ടിയാണോ? ആ അപമാനമെല്ലാം സഹിച്ച് അയാളുടെ കാൽ ചുവട്ടിൽ ചുരുണ്ട് കിടക്കാനായിട്ട് അതിന് വൈജയനെ കിട്ടില്ല. ഞാൻ ആരുടെയും അടിമയല്ല, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് എന്റേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ട്, അത് മനസ്സിലാക്കിക്കോ. അല്ലാതെ എന്റെ വ്യക്തിത്വത്തെ മറന്ന് അയാളുടെ പുറകെ വാലാട്ടി പോകാൻ എനിക്ക് മനസ്സില്ല. പിന്നെ എന്റെ ജീവിതത്തില് കൈ കടത്താന് ആരെയും ഞാൻ അനുവദിക്കത്തില്ല. അത് എന്റെ അമ്മയാണെങ്കിൽ ശരി, എന്റെ ഭർത്താവാണെങ്കിൽ ശരി, എന്റെ ആങ്ങളമാരാണെങ്കിൽ ശരി, ആരെയും ഞാൻ അനുവദിക്കത്തില്ല. ഇത് കേട്ടോ നമ്മുടെ രാജീവും പറഞ്ഞു, വെരി ഗുഡ്, വെരി ഗുഡ്, നീ എന്തിനു പോകുന്നവളാ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. നിന്നെ നോക്കാനേ ഏതായാലും നീ മാത്രം മതിയല്ലോ, ഞങ്ങൾ വേണ്ടല്ലോ, നിനക്ക് എല്ലാം സ്വയമേ ചെയ്യാൻ പറ്റൂലോ. ഇനി നാളെ മുതൽ നിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ വരത്തില്ല. പിന്നെ നിന്റെ മക്കള് രണ്ടുപേരെയും കടപ്പാട്ടൂര് കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ വൈജു ഒന്ന് ഞെട്ടി കേട്ടോ. വൈജു ചോദിച്ചു, കടപ്പാട്ടൂര് അവരെ കൊണ്ടുവിട്ടെന്നോ? എന്തിനാ നിങ്ങൾ കൊണ്ടുവിട്ടത്? അപ്പൊ ശിവൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവിട്ടു, ഞാനല്ലേ വിളിച്ചോണ്ട് പോയത് അങ്ങ് എന്റെ വീട്ടിലേക്ക്. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ സ്ഥലം വിടും, പിന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഞങ്ങളെ വിളിച്ചേക്കരുത്. പിന്നെ മക്കളെ ഇടപാടും അതോടുകൂടി തീർക്കുന്നല്ലേ നല്ലത്. നന്നായി ശിവേട്ടൻ, നന്നായി, എല്ലാം നന്നായി, ഇങ്ങനെ തന്നെ വേണം. കൈയും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കൂടപ്പറപ്പിനോട് ചെയ്യേണ്ടത് ഇത് തന്നെയാ. അപ്പൊ രാജീവൻ ചോദിച്ചു, എന്തിനാ വൈജയ് നിനക്ക് കൈയും കാലും, നിനക്ക് വായി കിടക്കുന്ന നാക്ക് പോരെ, അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ മുമ്പിലെ ഞാനും ശിവേട്ടനും ഒന്നും അല്ലെന്നേ, ഞങ്ങൾ വെറും സീറോ. നിനക്കൊണ്ട് പറ്റുമോ വൈജയ്? എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ? പറ്റും, ഞങ്ങൾക്കറിയാം. നിന്റെ വിളിയും പരാതിയും കേട്ട് കിട്ടിയ വിമാനം പിടിച്ചു വന്ന ഞങ്ങള് വെറും പരാജയങ്ങളായിപ്പോയി. അതാ സത്യം പറഞ്ഞാല് ഇവിടെ നടന്നത്. അപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു, മതി രാജീവ, ഇനി ഇതിൽ കൂടുതൽ എന്തിനാ പറയുന്നത്? പിന്നെ റീഫണ്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്, ബാലചന്ദ്രന് റീഫണ്ട് ചെയ്യണം, ബാലചന്ദ്രൻ ഇനി ഞങ്ങളെ വിളിക്കാന് ഇടയാകരുത്, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, പറഞ്ഞല്ലോ, വൈജയ്ക്ക് ഒറ്റത്തന്തേ ഉള്ളൂ. ആ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവള് തന്നെയാ വൈജ, മനസ്സിലായി കാണുമല്ലോ, വൈജ റീഫണ്ട് ചെയ്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ കിടന്നപ്പോഴത്തേക്കും എന്നാ പിന്നെ ഞങ്ങൾ പോകുക, ഇനി ഒരു വരവ് കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ശിവനും രാജീവനും അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. നമ്മുടെ വൈജ ആണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഒരു കൂസലും ഇല്ല, തന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂര് വീടാണ്. അവിടെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ട് പതുക്കെ നടയിറങ്ങി വരികയാണ്. അവിടെ കൃഷ്ണമോൾ ഇരിപ്പുണ്ടായിരുന്നു. കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ ബാലചന്ദ്രൻ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അലീന വന്നു. അപ്പം അലീന
കുറച്ച് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും താങ്ക് യു മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീന വെൽക്കം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും അന്നിട്ട് അലീനയും ചായയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുക. അലീനയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ട് കേട്ടോ. അയ്യോ സോറി, അലീനയ്ക്ക് ചായ ഇല്ല കേട്ടോ. അലീന അവിടെ നിന്ന് പത്രമൊക്കെ അവിടെ ഇരുന്ന് പത്രമൊക്കെ എടുത്ത് വായിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ബാലചന്ദ്രനോട് ചോദിച്ചു, അത് പിന്നെ അച്ഛാ എന്താ എന്താ മോളെ പറ ചോദിക്ക. അത് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പൊക്കോട്ടെ, ഞാന് കുറെ ദിവസമായില്ലേ. ഇപ്പോഴോ? ഇപ്പൊ പോവാനോ? ഇപ്പോഴല്ലെന്നേ, പിന്നെ എപ്പോഴാന്നേ? അതെ, ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം. എന്താ അത്യാവശ്യം? രേവതിക്കുട്ടിനെ കാണാൻ കൊതിയായോ? അവളെ കണ്ടിട്ട് കുറെ നാളായില്ലേ. പിന്നെ ചിന്നുമോളുടെ അടുത്തും പോണം. എനിക്ക് അവരൊക്കെ കാണാൻ കൊതിയാവുക. അല്ല നീ പോയ ഇവിടെ ആരാ ഉള്ളത്? അത് പിന്നെ ഇവിടെ കൃഷ്ണമോളില്ലേ, പിന്നെ ബബിത ഉണ്ടല്ലോ, രോഹിത് ഉണ്ടല്ലോ, അവരൊക്കെ ഇല്ലേ? ഇവരൊക്കെ ഉണ്ടായിട്ടെ എന്താ കാര്യം? അതെന്താ കാര്യമില്ലേ? എന്നെ ഏതായാലും ഹോസ്പിറ്റലില് കൂട്ടിരിക്കാൻ വേണ്ടി നിർത്തില്ല. അപ്പം അങ്ങനെ നിക്കണം നോർത്ത് പോകാതിരിക്കണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നാ ഞാൻ പൊക്കോട്ടെ? പൊക്കോന്നേ. ഈ പോകുന്നതിന് തലേദിവസം ഒന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞോളാം. അല്ല നീ ചായ കുടിച്ചോ? ഇനി ഞാൻ കുടിച്ചോളാം. അപ്പം ചായ കുടിക്കാതെ ഈ കാര്യം സമ്മതിപ്പിക്കാൻ വേണ്ടി വന്നാണോ? ചെറുതായിട്ട്. എന്നാലേ പോയി ചായ കുടിക്കുക എന്ന് പറഞ്ഞ് അലീനയെ പറഞ്ഞല്ലോ. അപ്പൊ അലീന ചായ കുടിക്കാനായിട്ട് കിച്ചണിലേക്ക് പോവാണ്, ചായ എടുക്കാനായിട്ട്. ബാലചന്ദ്രനും കൃഷ്ണമോളും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുവിനെയാണ്. മനുവിന്റെ മനസ്സിൽ പ്രേമം മുട്ടിട്ട് തുടങ്ങി. അപ്പൊ ആ ഒരു ചെറിയ സീനാണ് കേട്ടോ. നമ്മുടെ മനു ആണെങ്കിൽ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്തോ കണ്ടോണ്ടിരിക്കുകയാണ്. ആ മുഖത്തുണ്ട് ആ പ്രണയത്തിന്റെ ആ ഒരു തിളക്കം. അപ്പൊ മനു ഇങ്ങനെ നോക്കുന്നു, സൂം ചെയ്ത് നോക്കുന്നു. നമ്മുടെ അലീനയുടെ ഫോട്ടോ. എല്ലാ ഫോട്ടോസും ഇങ്ങനെ മാറി മാറി നോക്കുക. അന്ന് ബീച്ചിൽ പോയില്ലേ അലീനയും രേവതിയൊക്കെ ആയിട്ട്, ആ ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ മാറി മാറി തോണ്ടി കുറിച്ച് നോക്കുകയാണ്. എന്നിട്ട് നേരെ ബെഡിലേക്ക് കിടക്കുന്നു, കിടന്നാലോചിക്കുന്നു, തിരിഞ്ഞു കിടന്നാലോചിക്കുന്നു. ആകെ മൊത്തം പ്രണയമയം. ഇങ്ങനെ പ്രണയമയം വരുമ്പോഴത്തേക്കും അലീനയെ വിളിക്കാതിരിക്കുന്നത് ശരിയാണോ? എന്നാ പിന്നെ ഫോൺ എടുത്തേക്കാം, അലീനയെ വിളിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ എടുത്ത് അലീനെ വിളിച്ചു. അലീനയുടെ ഫോൺ റിങ് ചെയ്തു. നോക്കിയപ്പോഴത്തേക്കും മനുവേട്ടനോ എന്ന് പറഞ്ഞ് നമ്മുടെ അലീന ഫോൺ ചാടിയെടുത്തു. എന്നിട്ട് ഹലോ, എന്താ മനുവേട്ടാ? അത് പിന്നെ അലീന, എന്താ പറ. അത് പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു? താൻ എന്തെടുക്ക? ഞാന് ഇവിടെ ഫോൺ ചെയ്യാ. ഓടി ഒന്ന്, നീ എന്താ തമാശ പറയാ? അതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ പതിവ് ജോലി, അടുക്കള ജോലി, അത് തന്നെ. അപ്പം അടുക്കള ജോലി അല്ലേ? ഇപ്പം അതിൽ നിന്ന് മോചനം കിട്ടിയില്ലേ? ഇത്രയും സംഭവവികാസങ്ങൾ നടന്നിട്ട് നിനക്ക് എന്താ അടുക്കളയിൽ നിന്ന് മോചനം കിട്ടാത്തത്? അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോചനം കിട്ടുന്നുണ്ട്. അങ്ങനെ മോചനം കിട്ടുമ്പം ഓടിപ്പോയി കുളിക്കും, ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് ഫുഡ് കഴിക്കും, പിന്നെ അച്ഛന്റെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തും കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ രാത്രി ഒരു 11 മണി മുതൽ വെളുപ്പിന് ഒരു 5 മണി വരെ മോചനം കിട്ടും. അപ്പം നീ എന്റെ അടുത്ത് ഉണ്ടെങ്കിലേ 2 ചെവിയും പിടിച്ച് ഇടത്തേക്കും വലത്തേക്കും ഞാൻ കറക്കിയാനെ. മനുവേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാന് കൈതക്കൽ മാളിക വീട്ടില്, എന്റെ സ്വന്തം ബെഡ്റൂമില് ഞാന് കിടക്കുക. അപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല മനുവേട്ടൻ? ഒക്കെ നിർത്തിയോ? വീട്ടിലിരിപ്പായോ? എന്നാ പറയാനാ എന്റെ പൊന്നലീനേ. ഞാൻ ബാംഗ്ലൂരിലെ മാന്യമര്യാദയ്ക്ക് ജോലി ചെയ്തോണ്ടിരുന്നതാണെന്നേ. 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു വീട്ടിൽ വരുന്നത്. ഒരു പ്രശ്നമില്ലായിരുന്നു അന്നൊന്നും. അപ്പം ഇപ്പൊ എന്താ പറ്റിയത് മനുവേട്ടാ? ഇപ്പൊ എന്താ പ്രശ്നം? ഇനി എന്നാ പറ്റാനൊന്നും ഇല്ലെന്നേ. മുത്തച്ഛന്റെ കൂടെ കഴക്കൂട്ടത്ത് പോയി ഒരു പെങ്കൊച്ചിനെ കണ്ടതിന് ശേഷം എന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. വല്ലാത്തൊരു മാറിമറിയലായിരുന്നു. ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ച് ഇൻഫോ പാർക്കിലേക്ക് വന്നു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ വന്നില്ലെങ്കിലേ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ചിലരെയൊക്കെ കാണാനും പറ്റൂലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, ഏത് വീട്ടിലാ? കൈതക്കൽ വീട്ടിലാണോ കടപ്പാട്ടൂർ വീട്ടിലാണോ? അതെന്തൊരു ചോദ്യം അലീന. കടപ്പാട്ടൂർ വീട്ടില്. കടപ്പാട്ടൂർ വീട്ടിലോ? അതേന്നെ. അല്ല, കടപ്പാട്ടൂർ വീടുമായിട്ടാണോ ഈ മനുവേട്ടന് കൂടുതൽ അടുപ്പം? അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പം അങ്ങനെയായി പോയി. ഈ വടക്കു നോക്കി യന്ത്രത്തിന്റെ നെഴല് പോലെ ഈ കണ്ണും മനസ്സും എല്ലാം അങ്ങനെ ആയിപ്പോയി. എവിടെ കൊണ്ടുവച്ചാലും അത് കടപ്പാട്ടൂർ വീടിന്റെ നേർക്കാണ് ചെല്ലുന്നത്. എന്താ കാര്യം എന്നറിയാമോ? എന്താ കാര്യം മനുവേട്ടാ? എന്താ കാര്യം? അത് ഈ ഭൂമിയുടെ അച്ചുതണ്ടേ അവിടെയാ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത്. അലീനയ്ക്ക് കാര്യം മനസ്സിലായോ? വ്യക്തമായിട്ട് പറഞ്ഞാലേ അതൊക്കെ പറയുന്നില്ല, അതൊക്കെ പിന്നെ പറയാനേ. പിന്നെ രോഹിത്തും ബബിതയും എങ്ങനെയാ നിന്റെ അടുത്ത്?
അത് പിന്നെ ദേഷ്യമാണ്, മാറുമായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടിയുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്ങനെ മാറാനാ, വൈജയ ആന്റിയുടെ മക്കളല്ലേ. ആ അത് പിന്നെ മനുവേട്ട ഒരു കാര്യം മറന്നുപോയി, ഞാൻ നാളെ കഴിഞ്ഞ് രേവതിക്കുട്ടീനെ കാണാൻ പോകുന്നുണ്ട്. നാളെ കഴിഞ്ഞ് നീ രേവതിക്കുട്ടീനെ കാണാൻ പോകുന്നുണ്ട് എന്നല്ലേ? അപ്പം മറ്റന്നാള്? ആ അതേന്നെ, മറ്റന്നാള്. ആ ഞാനും പോകുന്നുണ്ട് എറണാകുളത്തിന്, എനിക്ക് ഓഫീസിൽ പോണം. അത് പിന്നെ മനുവേട്ടൻ ഇൻഫോർ പാർക്കിലേക്കല്ലേ, ഞാൻ പാലാരിവട്ടത്തേക്കാ. ഓ നിന്നെ രേവതിക്കുട്ടി എടുത്ത് കൊണ്ടുവിട്ടിട്ട് പോകാം. അയ്യോ അതെങ്ങനെയാ ശരിയാവുന്നത്? അത് വേണ്ട മനുവേട്ട, അത് ശരിയാവില്ല മനുവേട്ട, വെറുതെ എന്തിനാ? ദേ അലീന, അതെന്താ ശരിയാവാത്തത്? നിനക്ക് ഇച്ചിരി കോംപ്ലക്സ് ഉണ്ട് കേട്ടോ, അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ദേ നീ ബാലചന്ദ്രന്റെ അങ്കിളിന്റെ വീട്ടിലെ അടുക്കളക്കാരിയല്ല, നീ എന്റെ അച്ഛന്റെ പെങ്ങടെ മോളാ. നമ്മള് ഒരൊറ്റ ഫാമിലി അല്ലേ? അപ്പൊ പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ എന്നാലും ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കുമ്പം ഞാൻ അഹങ്കാരം കാണിച്ചു തുടങ്ങി എല്ലാരും ഓർക്കില്ലേ? ആര് വിചാരിക്കാനാ? കൃഷ്ണമോള് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കും, ബാലചന്ദ്രനെങ്കില് പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ശത്രുക്കളല്ലേ? അവരെന്ത് വിചാരിച്ചാൽ എന്താ, എന്ത് കരുതിയാൽ എന്താ? പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ അച്ഛനോടും കൂടി ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പോരെ? കൊള്ളാം, അങ്കിള് പോയി വാ മക്കളെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചയക്കും, അതാ ഉണ്ടാകാൻ പോകുന്നത്. എങ്കിലും എങ്കിലും ഇതൊക്കെ ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത്? ഒഴിവ് കഴിവുകളൊന്നും ആലോചിക്കണ്ട, ഞാൻ പറഞ്ഞത് ഓക്കെ ആക്കിക്കോ, ഉറപ്പിച്ചോ? ഓക്കെ. അപ്പൊ മറ്റന്നാള് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പാലാരിവട്ടത്തേക്ക് പോകുന്നു, നിന്നെ കൊണ്ടുവിടുന്നു, പിന്നെ ഞാൻ ഇൻഫോ പാർക്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് നമ്മുടെ മനു വീണ്ടും ഇങ്ങനെ കിടക്കാണ് കേട്ടോ, നമ്മുടെ അലീനയെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. അപ്പൊ ഒരു കടയിൽ ചെന്നിട്ട് ഇങ്ങനെ ലിസ്റ്റ് വായിക്കുകയാണ് കേട്ടോ. 10 കിലോ പഞ്ചസാര, 10 കിലോ പഞ്ചസാര സോറി 5 കിലോ പഞ്ചസാര, 10 കിലോ പരിയ്, ആട്ട ഇത്ര പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ ഒരു അയാൾ കടക്കാരൻ ഇങ്ങ് തന്നെ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് നോക്കുകയാണ്. അപ്പൊ ലിസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ഇതൊക്കെ എടുത്തു വെച്ചേക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ എനിക്കൊരു ഓട്ടോ വിളിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോ അതിനിപ്പോ എന്താ, ഓട്ടോ വിളിച്ചു തരാമല്ലോ എന്ന് പറയാം. അങ്ങനെ ഒരു ഓട്ടോക്കാരൻ വന്നു കേട്ടോ. ആ ഓട്ടോയുടെ പേരുണ്ട്, ഇപ്പൊ തന്നെ ഞാൻ പറയാമേ. ഷാജിക്കുട്ടന്റെ ഫ്രണ്ടിലും രക്ഷകന്റെ പുറകിലും എഴുതിയിരിക്കുന്ന ഒരു ഓട്ടോ. ആ ഓട്ടോ ആണ് പിന്നെ കാണിക്കുന്നത്. അപ്പം ആ ഓട്ടോക്കാരനെ ആരോ വിളിച്ചിട്ട് എടാ ഇങ്ങോട്ട് വരണേ, ഒരു ഓട്ടം വരണേന്ന് പറയാം. അപ്പൊ അത് വേറെ ആരോ അല്ല, കടക്കാരനാണ്, നമ്മുടെ അലീനെ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ രക്ഷകനും ഈ ഓട്ടോ നേരെ ചെല്ലുകയാണ്, അലീനെ പിക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നതാണ് കേട്ടോ. അപ്പൊ അലീനെ വിളിച്ച ഓട്ടോയാണ്. അലീന ആ കടക്കാരനോട് പറഞ്ഞപ്പോഴത്തേക്കും ആ കടക്കാരൻ അലീനയ്ക്ക് വിളിച്ചു കൊടുത്ത ഓട്ടോയാ. അപ്പൊ അയാളെ കാണിക്കുന്നില്ല കേട്ടോ, ഓട്ടോക്കാരനെ കാണിക്കുന്നില്ല. പക്ഷെ അയാളുമായിട്ട് എന്തോ ഒരു ചെറിയൊരു, അയാള് മിക്കവാറും എന്തെങ്കിലും റോങ് ആയിട്ട് പെരുമാറുമെന്ന് നമ്മുടെ അലീനയോട് അറിയത്തില്ല. കാരണം എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ആ ഓട്ടോക്കാരനെ എടുത്ത് കാണിക്കുന്നത്. ആ ഓട്ടോക്കാരൻ ആരാന്നറിയോ? നമ്മുടെ ബിഗ് ബോസിനകത്ത് ഈ പ്രാവശ്യം കാല് വയ്യാത്ത ഒരാൾ വന്നിട്ടില്ലേ, നമ്മുടെ വ്ളോഗർ, കാല് വയ്യാത്ത ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു പുള്ളിക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, ആ പുള്ളിക്കാരനാണ് കേട്ടോ. അപ്പൊ ആ പുള്ളിക്കാരൻ വന്ന് ഇറങ്ങിയിട്ട് അതെ ചേട്ടാ എങ്ങോട്ടേക്കാ ഓട്ടം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ എനിക്കല്ല, ഈ ഇരിക്കുന്ന സാധനങ്ങള് കയറ്റിയിട്ട് കൂടെ ഒരു ആളുണ്ട്, വൃദ്ധസദനം, അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുവിടാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ഷാജി എന്നാ പേര്. അപ്പൊ ഷാജി പറഞ്ഞു അതെ, അല്ല ഷാജി അല്ല, കടക്കാരൻ പറഞ്ഞു എന്റെ പൊന്നു ഷാജി, ഇതേ ഒരു കാര്യം ഞാൻ പറയാം, ഇതേ ചരക്ക് വാഹനമൊന്നും അല്ല ഇത്രയും ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഷാജി പറഞ്ഞു അത് പിന്നെ ആർക്ക് വേണ്ടിയാ, ഈ നിൽക്കുന്ന പെങ്കൊച്ചിന് വേണ്ടി, അത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ നിൽക്കുന്ന പെങ്കൊച്ചോ? അല്ല ഇത് എങ്ങോട്ടേക്കുള്ളതാ, ഇത് ഓർഫനേജിലേക്കുള്ളതാ. ആണോ? എന്നാ പിന്നെ എടുത്ത് കയറ്റി വെക്കും, കൊണ്ടുപോകാം, അല്ലാതെ പിന്നെ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും അലീന സാധനങ്ങളൊക്കെ പതിയെ കയറ്റി വെക്കുകയാണ്. സാധനം കയറ്റി വെക്കാൻ നമ്മുടെ ഷാജി ചേട്ടനും കൂടി കേട്ടോ. ഏതായാലും ഷാജി ചേട്ടൻ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന ചോദിച്ചു അതെ എത്ര രൂപയാ ചേട്ടാ സ്നേഹക്കൂടാരം വരെയുള്ള ചാർജ്? അത് പിന്നെ കുറച്ച് ചാർജ് കൂടുതലാകും, പിന്നെ ഇപ്പൊ സാധനങ്ങളൊക്കെ പിടിച്ച് കയറ്റി വെച്ചില്ലേ, ഒരു 250 രൂപ. അയ്യോ 250 രൂപയോ? പെട്രോളിന്റെ വില കേൾക്കുമ്പോ ഞങ്ങളും അയ്യോ എന്ന് വിളിക്കാറുണ്ട്, എന്നാലും 250 രൂപ ഇച്ചിരി കൂടുതലല്ലേ? അതെ ഇത് ഫുള്ള് ലോഡാ, ലോഡിങ് ചെയ്യാനും അൺലോഡിങ് ചെയ്യാനും കൂലി വേറെ. അയ്യോ കുറയ്ക്കത്തില്ലേ? അപ്പൊ 250-ൽ നിന്ന് 10 രൂപ കുറയ്ക്കത്തില്ലേ? വേണ്ട ഇറക്കി വെച്ചോ, കേറ്റി പോയില്ലേ, ഇനി പോയേക്കാം, എന്നാ കേറിക്കോ എന്ന് പറയാണ്. അങ്ങനെ രക്ഷകണ്ണ എഴുതിയേക്കുന്നുണ്ട്. ഇപ്പൊ രജനീകാന്തിന്റെ ഒരു ചെറിയ ഫോട്ടോ ഒക്കെ പുറകെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടക്കാരനോടും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന നേരെ കയറി പോവുകയാണ്. അതായത് ഇത് ഏതോ ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും. പിന്നെ അലീനയ്ക്ക് ഈ അനാഥാലയത്തിനോട് ഒരു പ്രത്യേക ഒരു ഇതുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അലീനയ്ക്ക് എന്താ പറയാ ഇങ്ങനെ ഉള്ള ഒരു
സ്വഭാവം ഉണ്ടല്ലോ. സാധാരണ നമ്മുടെ അലീന വളർന്നത് അനാഥാലയത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് അറിയാം. അപ്പൊ ഇപ്പം ബാലചന്ദ്രന്റെയും വൈജയുടെ ഒക്കെ മകളല്ലേ, അപ്പൊ പിന്നെ കൊടുക്കാലോ, അനാഥാലയത്തിലൊക്കെ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ കൊടുക്കാലോ. ആ ഒരു മനസ്സ് നമ്മുടെ വൈജയല്ല, സോറി, അലീന കാണിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഏതോ ഒരു അനാഥ മന്ദിരത്തിലേക്കാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ വരികയാണ്. ആരെ കാണാനായിട്ട്? വൈജയനെ കാണാനായിട്ട്. അങ്ങനെ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ വന്നു. ഈ ഒരു സമയത്ത് സിസ്റ്റർ ചോദിച്ചു, അല്ല മോളിന്ന് സ്കൂളിൽ പോയില്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, പോയിട്ട് വന്നതാ, ഞാൻ പോയായിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും വൈജു ചോദിച്ചു, അല്ല നിനക്ക് ട്യൂഷൻ ഇല്ലായിരുന്നോ? ഇനി ഞാൻ പോയില്ല, അച്ഛന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. ആഹാ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അത് പിന്നെ അമ്മേനെ കാണാനാ വന്നത്. അല്ല, വേറൊരു കൊച്ചമ്മ ഉണ്ടല്ലോ അവിടെ കാണാന്. അതിനെ കണ്ടുകൊണ്ട് മടുത്തു. ഇന്നിപ്പം ഇതാ കാണാൻ ഭംഗി, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് പോകുന്നത്. കണ്ട് രസിക്കടി, കണ്ട് രസിക്ക. എന്നെ ഈ കോലത്തിലാക്കിയവരും അതിന് കൂട്ടുനിന്നവരും എല്ലാവരും കണ്ട് കണ്ട് രസിക്ക, എന്നിട്ട് ആഘോഷിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, ഈ അമ്മയ്ക്ക് എത്ര കിട്ടിയാലും അമ്മ പഠിക്കത്തില്ലല്ലേ? അമ്മ എല്ലാം പഠിച്ചു കഴിഞ്ഞു, പാസ്സായിട്ട് ഇവിടെ ഇരിക്കുക. ഇനിയിപ്പം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് ചിലപ്പോ അമ്മ പഠിപ്പിക്കാൻ വന്നെന്നിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, വേണമെങ്കിൽ 2, 4, 5 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഡോക്ടർ. പിന്നെ ഇപ്പൊ ഒരു ഹോം നേഴ്സ് ഉണ്ടല്ലോ. ആരാ ഹോം നേഴ്സ്? അലീനയോ? അലീന ഇപ്പൊ ഹോം നേഴ്സ് അല്ലല്ലോ, അവിടുത്തെ കൊച്ചമ്മയല്ലേ, പിന്നെ എങ്ങനെ ഹോം നേഴ്സ് ആകും? അല്ല, എങ്കിൽ പിന്നെ വേറെ ഹോം നേഴ്സിനെ വെക്കാം. ഏത് വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്? അത് എന്റെ വീടിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതെ, എനിക്കിനി നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രന്റെ ചെലവിൽ കഴിയാൻ ആഗ്രഹമില്ല. ആ വീട് എന്റെ വീടുമല്ല, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓഹോ, അങ്ങനെയൊക്കെയാണോ? ആ, അതെല്ലാം തന്റെ ഇഷ്ടം, താൻ നോക്കിക്കോ. എന്നാ പിന്നെ ശരി മോളെ, ബാ നമുക്ക് പോകാം, നമ്മൾ ആരും അല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബൈ സ്റ്റാൻഡറായിട്ട് ആരും വരണ്ട. ദേ, ഞാന് ഒരു ഹോം നേഴ്സിന് ശമ്പളം കൊടുത്ത് നിർത്തുന്നുണ്ട്. ഓഹോ, വളരെ സന്തോഷം, ബുദ്ധിമുട്ടിക്കാത്തതിൽ അധികം സന്തോഷം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനോട് പറഞ്ഞു, ഒരു മിനിറ്റ് മിസ്റ്റർ ബാലചന്ദ്രൻ നിൽക്കണം അവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കവർ എടുത്ത് കൊടുക്കുകയാണ്. കവർ എടുത്ത് വെച്ച് നീട്ടുകയാണ് നമ്മുടെ ബാലചന്ദ്രന്റെ നേർക്ക്. എന്നിട്ട് പറഞ്ഞു, ഇതും കൂടി അങ്ങ് കൊണ്ടുപോക്കോളെ. അപ്പൊ ബാലചന്ദ്രൻ ചോദിച്ചു, എന്താ ഇതെന്താ വല്ല കത്ത് വല്ലതും ആണോ? കത്തൊന്നുമല്ല, എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവാക്കിയ പൈസയുടെ ബില്ല. എന്റെ ആങ്ങളമാരെ ഏൽപ്പിച്ചിരുന്നല്ലോ ബില്ല്. അപ്പം അതിലുണ്ടായിരുന്ന തുക എത്രയാണോ അത് ഉള്ള ചെക്കായത്. ഓഹോ, അത് ശരി. പക്ഷെ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എന്റെ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ മാത്രം ഇത് തന്നാ മതി എന്നല്ലേ പറഞ്ഞത്? ഞാനിനി നിങ്ങളുടെ വീട്ടിലേക്കല്ലല്ലോ വരുന്നത്. ആരാ പറഞ്ഞത്? ഞാന് ഫാമിലി കോർട്ടിലേക്കാ വരുന്നത്. ഓ, ഫാമിലി കോർട്ടിലേക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് ആലോചിച്ചിട്ടാണോ കൈതക്കൽ വൈജയ് തീരുമാനം എടുക്കുന്നത്? അതെ, ഈ കൈതക്കൽ വൈജയന്തിക്ക് അവളുടെ അഭിമാനത്തെക്കാൾ വലുതല്ല ഒന്നും. അതുകൊണ്ട് 100 തവണ ആലോചിച്ചിട്ട് തന്നെയാ തീരുമാനം എടുത്തത്. ഇത് അഭിമാനമല്ല വൈജയ്, ഇതാണ് അഹങ്കാരം, അഹന്ത. നീ ജനിച്ച അന്ന് നിന്റെ തലയ്ക്കകത്ത് ഉണ്ടായതാണ് ഈ അഹന്ത. അത് നിന്റെ മരണം വരെ കൂടെ ഉണ്ടാകും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതിന് തന്നേരെ അത് എനിക്ക് വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെക്ക് മേടിക്കാണ് കേട്ടോ. കൃഷ്ണമോക്ക് ഇത് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു, വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജ പറഞ്ഞു, ദേ ബില്ലില് മുഴുവൻ തുകയും ഇട്ടിട്ടുണ്ട്, നയാ പൈസ കുറഞ്ഞിട്ടില്ല. ഇത് പോരല്ലോ വൈജയ്, ഇതെങ്ങനെ തികയും? ദേ ഇവിടെ നിനക്ക് കൂട്ടിരിപ്പുകാരിയായിട്ട് നിന്ന ആൾക്കാരുണ്ടല്ലോ, സുനന്ദയൊക്കെ, അവർക്കൊക്കെ ഒരു 25,000 ഒക്കെ വെച്ച് കൊടുക്കണം. പിന്നെ ഗോവർദ്ധനം കൊടുത്താലും ഒരു 25,000. നിനക്ക് വേണ്ടി കുറെ ഓടിയതല്ലേ, ഞാൻ കൊടുത്തോളാം, എല്ലാ കണക്കും ഞാൻ തീർത്തോളാം. നീ എന്നോട് കണക്ക് തീർക്കാനോ? നീ 6 ജന്മം കൂടി ജനിക്കണം വൈജയ്, ഈ ബാലചന്ദ്രനോട് നീ കണക്ക് തീർക്കണമെങ്കില്. അല്ലാതെ ഒരിക്കലും നിനക്ക് കണക്ക് തീർക്കാൻ പറ്റില്ല. പിന്നെ ഇത് പാസ്സാവൂലല്ലോ ഈ ചെക്ക്, കുഴപ്പമില്ലല്ലോ. കൊടുത്തു നോക്ക്, അപ്പൊ അറിയാം പാസ്സാകുമോ ഇല്ലയോ എന്ന്. എന്നാ പിന്നെ താങ്ക്സ് വൈജയ്, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളും ബാലചന്ദ്രനും ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഒരു കാര്യമില്ലെന്നേ, ചുമ്മാ അങ്ങോട്ട് അഹങ്കാര തലയ്ക്ക് പിടിച്ചൊരു വെണ്ണുമ്പുള്ളാന്ന് പറഞ്ഞാല് വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. നമ്മുടെ ജിൽ ജിൽ ചിന്നുവിൽ ഇപ്പൊ തന്നെ നമ്മള് രേവതി സച്ചിയുടെയും കഥയുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.